ഹായ്, എൻ്റെ പേര് വിഷ്ണു. ഞാൻ UK ഫയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാണ്. എൻ്റെ ഫസ്റ്റ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തത് 2024 മാർച്ചിലാണ്. ഫസ്റ്റ് അറൗണ്ട് 3300 ഗ്രാഫ്റ്റ്സ് ഉണ്ടായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ട്രാൻസ്പ്ലാന്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ചെയ്യേണ്ട ആഫ്റ്റർ കെയർ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡോക്ടേഴ്സ് നല്ല സപ്പോർട്ടിംഗ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്തു. എനിക്ക് നല്ലൊരു റിസൾട്ട് വിത്തിൻ 6 മന്ത്സിൽ തന്നെ കിട്ടി. സോ എൻ്റെ ക്രൗൺ പോർഷനിലും അറൗണ്ട് ഒരു 2500ഓളം ഗ്രാഫ്റ്റ് എനിക്ക് ബാലൻസ് പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ സെക്കൻഡ് ടൈം ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ സെക്കൻഡ് ഹെയർ ട്രാൻസ്പ്ലാന്റ് മാർച്ച് 18 ഫിനിഷ് ചെയ്തു. ഇപ്പോൾ ലാഡൻസിറ്റ് എന്തുകൊണ്ട് ചൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനിഷ്യലി ഞാനൊരു സ്റ്റഡി നടത്തിയായിരുന്നു, ഇപ്പോൾ ഏതാണ് ബെസ്റ്റ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ഉള്ളത്. അപ്പോൾ ഇനിഷ്യലി എനിക്ക് കിട്ടിയ ഫീഡ്ബാക്സ് കുറേ പേരെല്ലാം പറഞ്ഞു ടർക്കിയിൽ ചെയ്യാമെന്നൊക്കെയാണ്. ബട്ട് ടർക്കി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ കൊളീഗ്സ് കുറേ പേര് ചെയ്തേക്കണവർക്ക് ഇനീഷ്യലി റിസൾട്ട് കിട്ടി, ബട്ട് ലേറ്റർ അത് ഫെയിലായിരുന്നു. ഫർദർ സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ കുറേ റിവ്യൂസ് എല്ലാം കണ്ടപ്പോൾ തോന്നി ഓക്കെ ലാഡൻസിറ്റ്, ലെറ്റ് മീ ട്രൈ ലാഡൻസിറ്റ്. അപ്പോൾ അങ്ങനെയാണ് ഫസ്റ്റ് ഹെയർ ട്രാൻസ്പ്ലാന്റിലോട്ട് വന്നത്. ലാഡൻസിറ്റയിൽ ഫസ്റ്റ് വന്ന് ചെയ്തതിന് ശേഷം എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ സെക്കൻഡ് ടൈമും ലാഡൻസിറ്റ് തന്നെ ചൂസ് ചെയ്യാൻ കാരണം. ഇനിഷ്യലി മുടി ഇല്ലാതിരുന്ന സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഒരു ലുക്കേ അങ്ങോട്ട് മാറും, നമുക്ക് ഇച്ചിരി ഏജ് ഫീൽ ചെയ്യിക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്തിരി ഞാൻ കംഫർട്ടബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ മെയിൻ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി ചെയ്യാൻ തന്നെ കാരണം. സ്റ്റാഫ്സ് എല്ലാം നല്ല അഡ്വൈസ് തരും. ഡോക്ടേഴ്സ് ആയി കഴിഞ്ഞാലും നല്ല പ്രോപ്പർ ഫീഡ്ബാക്സ് എല്ലാം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആഫ്റ്റർ ട്രാൻസ്പ്ലാന്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. മെഡിസിൻസ് ഉണ്ട്, നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യണം ഉള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. പിന്നെ ബ്രാഞ്ച് മാനേജേഴ്സ് ആയിക്കഴിഞ്ഞാലും GMs ആയിക്കഴിഞ്ഞാലും എല്ലാം സപ്പോർട്ടിംഗ് ആണ്. എന്തായാലും പുതിയൊരു സിസ്റ്റം അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ ലാഡൻസിറ്റ്. ഇനിയിപ്പോൾ അടുത്ത ഇപ്പോൾ ചെയ്യാൻ വരുന്ന ആൾക്കാരോടായാലും ഐ വിൽ റെക്കമെൻഡ് ലാഡൻസിറ്റ്. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് ന്യൂസ് എല്ലാം കേൾക്കുന്നുണ്ട്. ഈവൻ ഇൻ ദ മാർക്കറ്റ് ഇഷ്ടംമാതിരി ഫേക്ക് ക്ലിനിക്സ് ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറീസ് എല്ലാം വരുന്നുണ്ട്. ബട്ട് ലാഡൻസിറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ്. നമ്മളെ ഓരോ മന്ത്ലി ഓരോ വീക്കിലി അവർ നമ്മുടെ പ്രോഗ്രസ്സുകൾ അന്വേഷിക്കും. ഈവൻ ദേ വിൽ ആസ്ക് ദ ഫോട്ടോസ്. സോ ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ് ആൻഡ് ഇറ്റ്സ് എ ജെന്യുവൻ തിങ്. സോ ഐ പ്രിഫർ ലാഡൻസിറ്റ്. So everyone come and have your treatment in Ladensite.